ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ലീബ്രയ്ക്ക് വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ ലീബ്ര സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ് സൈൻസിന് വേണ്ടിയിട്ട് സെപ്റ്റംബർ മാസത്തിൻ്റെ മന്ത്ലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കോമെൻറ്റ്. അതല്ലാണ്ട് പേഴ്സണലായിട്ട് റീഡിംഗ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസൊക്കെ അയച്ചു തരും. എനിക്കും ഫോൺ പിക്കപ്പ് ചെയ്യാൻ കുറച്ച് വിഷമമുണ്ടെന്ന് വെച്ചാൽ റെക്കോർഡിങ്സ് ചെയ്യുമ്പോൾ എനിക്ക് ഫോൺ റിസീവ് ചെയ്യാൻ പറ്റില്ല, കോൾസ് റിസീവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബെസ്റ്റ് വേ കോൺടാക്റ്റ് ചെയ്യാൻ എന്നെ ഒരു വാട്സാപ്പ് മെസ്സേജ് ഇട്ടാൽ എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക, ഇല്ല വെച്ചാൽ ഇമെയിൽ ഓപ്ഷൻ ഉണ്ട്. അതല്ലാണ്ട് നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാമിലും മെസ്സേജ് ചെയ്യാം. അവിടെ എന്നെ ഫോളോ ചെയ്ത് നിങ്ങൾക്ക് DM ചെയ്യാം. അവിടെയും എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. എല്ലാം ഡീറ്റെയിൽസ് ഞാൻ മെസ്സേജിൻ്റെ ത്രൂ അയച്ചു തരാം. എൻ്റെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് ലിങ്ക്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മെമ്പർ ആവണം വെച്ചാൽ എൻ്റെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ചെക്ക് ചെയ്യുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അത് ക്ലിക്ക് ചെയ്ത ഉടനെ നിങ്ങൾക്ക് മെമ്പർ ആവാം. അപ്പോൾ ലിങ്ക് ചെക്ക് ചെയ്യാം. ഓക്കെ. ആൻഡ് ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എങ്ങനെയാണ് നിങ്ങൾ സെപ്റ്റംബർ മാസത്തിൻ്റെ എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് സെപ്റ്റംബർ മാസം, അതല്ലാണ്ട് എന്താ മെസ്സേജസ് പറയണമെന്ന് നമ്മൾക്കിപ്പോൾ നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ ലീബ്ര, നിങ്ങളുടെ എന്താണ് ഓവറോൾ എനർജി? സെപ്റ്റംബർ മാസത്തിൻ്റെ ഓവറോൾ എനർജി നിങ്ങളുടെ പേജ് ഓഫ് പെൻറ്റിക്കിൾസ്, നിങ്ങളുടെ പാസ്റ്റിൽ 6 ഓഫ് സോർഡ്സ്, നിങ്ങളുടെ കറണ്ട് എനർജി മജിഷ്യൻ, നിങ്ങളുടെ ഫ്യൂച്ചർ വരാൻ പോണ എനർജി എന്താണ്? 4 ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ ചാലഞ്ച് എന്താണ് ഈ മാസം? ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങളുടെ അഡ്വൈസ് ഏസ് ഓഫ് കപ്സ്. സർപ്രൈസ് ഫാക്ടറിൽ ലവേഴ്സാണ്. ഔട്ട്കം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ കാർഡ്. അപ്പോൾ ലീബ്ര, പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ഒരു സ്റ്റേബിൾ എനർജിയാണ്, ഒരു പുതിയ ബിഗിനിങ്ങിൻ്റെ എനർജിയാണ്, ഒരു ഓഫർ വരണ എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ചിലവർക്ക് ഇതൊരു ജോബ് ഓഫർ ആയിരിക്കാം. അതല്ല വെച്ചാൽ ഇതൊരു റിലേഷൻഷിപ്പാണ് വെച്ചാൽ ഒരു ഫ്രണ്ട്ഷിപ്പിൽ തുടങ്ങണ റിലേഷൻഷിപ്പാണ് ഇത്. കുറേ സ്റ്റേബിൾ എനർജി. ഓക്കെ. പക്ഷേ 5 ഓഫ് സോർഡ്സ് ഉണ്ട് ഇത് ഇവിടെ. അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ വെച്ചാൽ ഈ ജോബ് ഓഫറിൽ ഞാൻ ചില നെഗറ്റീവ് ആസ്പെക്ട്സ് കാണുന്നുണ്ട്. ഇവിടെ വേറെ ആൾക്കാർ ഈ റിലേഷൻഷിപ്പിൽ വെച്ചാൽ ഈ ജോലിയിൽ കുറേ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യണ എനർജി കാണാണ്ട്. അപ്പോൾ ഇതൊരു ജോലിയാണെന്ന് വെച്ചാൽ ഇത് ഓഫീസ് പോളിറ്റിക്സിൻ്റെ എനർജി ആവാം. കുറേ ഓഫീസ് പോളിറ്റിക്സ് ഉള്ള എനർജി കാണാണ്ട്. അതല്ല വെച്ചാൽ റിലേഷൻഷിപ്പാണെന്ന് വെച്ചാൽ ചിലവർ കുറേ ജെലസാണ് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് കണ്ടിട്ട്. അപ്പോൾ അതും ഇവിടെ ഉണ്ട്. എംപറർ എനർജി ഏരീസ് എനർജിയാണ്. അപ്പോൾ ഇവിടെ ഒരു ബോസിൻ്റെ എനർജി കാണാണ്ട് ഇല്ലൊരു കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട് നിങ്ങളുടെ ഓവറോൾ എനർജിയിൽ തന്നെ. അപ്പോൾ കുറേ ആൾക്കാർ ഈ സിറ്റുവേഷനിൽ ഇൻവോൾവ് ആണ്. അങ്ങനത്തെ ഒരു എനർജി കാണാണ്ട് ഇവിടെ. അപ്പോൾ ഇതൊരു റിലേഷൻഷിപ്പ് ആണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി ഇത് ഫാമിലി മെമ്പേഴ്സ് ആവാം, ഇല്ല വെച്ചാൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഫാമിലി മെമ്പേഴ്സ് ആവാം. പക്ഷേ ഇതൊരു ജോബിൻ്റെ ഇഷ്യൂ ആണ് വെച്ചാൽ ഇവിടെ കുറേ ആൾക്കാർ കലീഗ്സ് കാണാണ്ട്, ബോസിൻ്റെ എനർജി ഉണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ പാസ്റ്റിൽ തന്നെ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. 6 ഓഫ് സോർഡ്സ്. അപ്പോൾ ഇത് നിങ്ങളുടെ പാസ്റ്റിൽ ഞാൻ കാണുന്നത് എനർജീസ് സ്റ്റേബിൾ ആയിരുന്നില്ല. പക്ഷേ അതൊക്കെ വിട്ടിട്ട് നിങ്ങൾ മുമ്പോട്ട് പോകാൻ തുടങ്ങിയിരിക്കുന്നു. കുറേ സ്റ്റെബിലിറ്റി വരാൻ പോകുന്നുണ്ട് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ. ഇവിടെ ഒരു പുതിയ ബിഗിനിങ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഒരു ജോലി വിട്ടു എന്നുവെച്ചാൽ ആ ജോലിയിൽ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ആൻഡ് നിങ്ങൾ വേറൊരു ജോലിക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. ഇവിടെ ഞാൻ കാണുന്നത് ഒരു പുതിയ ഓഫർ ബിഗിനിങ് ആണ്. ഇതൊരു റിലേഷൻഷിപ്പാണെന്ന് വെച്ചാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. നിങ്ങൾ അത് വിട്ടിട്ട് ഇപ്പോൾ ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോയി. ഇവിടെ ജസ്റ്റിസ് എനർജി ഉണ്ട്. അപ്പോൾ ജസ്റ്റിസ് എനർജി ബാലൻസ്ഡ് എനർജിയാണ്, കാർമിക് ഫെയർനെസ് എനർജിയാണ്. അപ്പോൾ ഞാൻ കാണുന്നത് ഇവിടെ എന്തോ ഒരു പോസിറ്റീവ്
സിറ്റുവേഷൻ ഉണ്ടായി നിങ്ങളുടെ ലൈഫിൽ, ഒരു പോസിറ്റീവ് എന്താ പറയുക പുതിയ ബിഗിനിങ് ഞാൻ കാണുന്നുണ്ട് പാസ്റ്റിൽ. ഇപ്പോൾ കറണ്ട് എനർജിയിൽ മെജിഷ്യനാണ്. അപ്പോൾ കറണ്ട് എനർജിയിൽ നിങ്ങൾ പുതിയ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നു നിങ്ങളുടെ ലൈഫിൽ. എന്താണ് ഈ മെജിഷ്യൻ ഇവിടെ? നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തതെല്ലാം നിങ്ങൾക്ക് ഈ മാസം കിട്ടാൻ തുടങ്ങും. കുറേ ഗ്രോത്ത് ഉണ്ട്, കുറേ ഫെർട്ടിലിറ്റി ഉണ്ട്, കുറേ പോസിറ്റീവ് ഔട്ട്കം ഞാൻ കാണുന്നുണ്ട് ഇവിടെ. പാസ്റ്റിന് ഒരു പേഴ്സണും തിരിച്ചു വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് സൂക്ഷിക്കണം. എന്നുവെച്ചാൽ എന്തോ നിങ്ങളുടെ പാസ്റ്റിനെ വിട്ടിട്ടാണ് നിങ്ങളിപ്പോൾ മുമ്പോട്ട് പോകാൻ തുടങ്ങിയിരിക്കണേ. അപ്പോഴേക്കും ആ പാസ്റ്റ് പേഴ്സൺ തിരിച്ചു വരണ എനർജിയും കാണാണ്ട്. അപ്പോൾ 4 of Cups ആണ് നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് നിങ്ങൾ ഒരു ഡിസ്ഇൻട്രസ്റ്റഡ് എനർജിയാണ്, ബോർഡായ പേഴ്സൻ്റെ എനർജിയാണ് 4 of Cups. നിങ്ങൾ ഹീൽ ചെയ്യാൻ നോക്കണു. അപ്പോൾ എന്തോ ഓഫേഴ്സ് വരുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് അതിൽ ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷെ നിങ്ങൾക്ക് ഹോപ്പ് ഉണ്ട്, അത് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും എന്ന് അങ്ങനെ ഒരു ഹോപ്പ് ഉണ്ട്. ഈ സമയം പറഞ്ഞ ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് കുറച്ച് നിങ്ങളുടെ എനർജി ലെവൽസും ലോ ആയിരിക്കും. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് ഈ ചാലഞ്ച് ഇല്ല സമയം കുറച്ചൊരു പോസിറ്റീവ് വേയിൽ ഡീൽ ചെയ്യാനാണ് പറയണത്. സ്ട്രെങ്ത് ലിയോ എനർജിയാണ്. പക്ഷേ സ്ട്രെങ്ത് എന്താ പറയണ വെച്ചാൽ നിങ്ങളുടെ ചാലഞ്ചസ് ഒക്കെ നിങ്ങൾക്ക് ഈസിലി ഓവർകം ചെയ്യാൻ പറ്റും. ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ ചാലഞ്ച്. അപ്പോൾ ഇവിടെ ഒരു ടോറസ് വെർഗോ കാപ്രിക്കോൺ എനർജി കാണാണ്ട് ഇതൊരു മദറുടെ എനർജിയാണ്, ഇല്ലേച്ചൊരു വൈഫിൻ്റെ എനർജി ആവാം, ഹെർമിറ്റ്. അപ്പോൾ ഇവിടെ എന്തോ ഒരു സെപ്പറേഷൻ്റെ എനർജി കാണാണ്ട് ഇതൊരു ഫാമിലി മെമ്പർ ആവാം. മേ ബി നിങ്ങളുടെ ഫാമിലിയുടെ ഇടയ്ക്ക് ഇഷ്യൂസ് ഉണ്ടാവാം, അതുകൊണ്ട് കുറേ ചാലഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു പുതിയ ബിഗിനിങ് ഉണ്ട് റൊമാൻസിൽ, ലവിൽ. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് എന്തോ ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോകാനാണ് പറയണത്. ഒരു പുതിയ തുടക്കമുണ്ട് നിങ്ങളുടെ ലൈഫിൽ. നിങ്ങൾ റെഡിയാണ് ഈ പുതിയ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട്. നിങ്ങളോട് യൂണിവേഴ്സ് മുമ്പോട്ട് പോകാനാണ് പറയണത്. നൈറ്റ് ഓഫ് വോൺസ്, ഇവിടെ ഒരു ഫയർ സൈൻ കാണാണ്ട്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. കുറേ ഒരു ഇൻ ആൻഡ് ഔട്ട് ടൈപ്പ് ഓഫ് എനർജിയാണ് ഇത്. ഈ പേഴ്സൺ ആരാണ്? ഈ പേഴ്സൺ നിങ്ങളുടെ പുതിയ പേഴ്സൺ ആവാം, അതല്ല വെച്ചാൽ ഒരു പാസ്റ്റ് പേഴ്സൺ തിരിച്ചു വരണ എനർജി ആവാം. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് സൂക്ഷിക്കാനാണ് പറയണത്. ഇത് പാസ്റ്റ് ആണ് വെച്ചാൽ സൂക്ഷിക്കണം. പുതിയ പേഴ്സൺ ആണ് വെച്ചാൽ ഇവിടെ ട്രാവൽ എനർജി കാണാണ്ട്. ഈ പേഴ്സൺ മേ ബി നിങ്ങളുടെ സ്ഥലത്തല്ല താമസിക്കണേ, കുറച്ച് ട്രാവൽ എനർജീസ് കാണാണ്ട്. ഹിഡൻ ഫാക്ടറിൽ ലവേഴ്സാണ്. അപ്പോൾ നിങ്ങൾ മീറ്റ് ചെയ്യാൻ പോണത് നിങ്ങളുടെ സോൾമേറ്റിനെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചറിൽ വരാൻ പോണ ഒരു സോൾമേറ്റ് കണക്ഷൻ ഞാൻ ഇവിടെ കാണുന്നുണ്ട്. കിങ് ഓഫ് കപ്സ്, കുറേ ഒരു മെച്ചോർഡ് പേഴ്സൺ ആണ് ഇത്. കുറേ ഇമോഷണലി സ്റ്റേബിൾ പേഴ്സൺ ആണ്. അതല്ലാണ്ട് വേറെ ഒരു ഓപ്ഷനും ഉണ്ട്, നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ്. അതും ഒരു സ്റ്റേബിൾ എനർജിയാണ്. അപ്പോൾ 3 ഓപ്ഷൻസ്. നിങ്ങളുടെ ലവ് ലൈഫിൽ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. ഓക്കെ, കിങ് ഓഫ് സോഡ്സ് എല്ലാം സീരിയസ് ആൾക്കാരാണ്. പറഞ്ഞാൽ സീരിയസ്ലി നിങ്ങൾക്ക് ഒരു നല്ല റിലേഷൻഷിപ്പ് ഓഫർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ്. 4 of Pentacles. അപ്പോൾ നിങ്ങൾ കുറച്ചൊരു റിസർവ്ഡ് ആണ്. എന്ന് വെച്ചാൽ നിങ്ങൾ ഇത്രയും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായില്ല ഇങ്ങനെ ഇത്രയും റെസ്പോൺസ് ഉണ്ടാവും എന്ന്. അപ്പോൾ നിങ്ങൾ കുറേ എല്ലാവർക്കും നിങ്ങൾക്ക് യെസ് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങൾ കുറച്ചൊരു റിസർവ്ഡ് ആണ്. എല്ലാവരുടെയും കൂടെ അത്ര നിങ്ങൾ മിങ്കിൾ ചെയ്യില്ല. എന്തായാലും എല്ലാവർക്കും നിങ്ങൾ ഫേമായിട്ട് നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് എന്താ വെച്ചാൽ നിങ്ങൾ അവരോട് പറയുണ്ടാവും. ഇതൊരു അറേഞ്ച്ഡ് മാരേജ് മാതിരി ഒരു സെറ്റപ്പാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഔട്ട്കം ഇവിടെ കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അപ്പോൾ ഔട്ട്കമിൽ ഞാൻ കാണുന്നത് ഒരു ടോറസ് എനർജിയാണ്. അപ്പോൾ ഇതായിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചർ പേഴ്സൺ, ഫ്യൂച്ചർ പാർട്ട്ണർ. ഓക്കെ, ഇതാണ് യെസ്, ഈ പേഴ്സൻ്റെ കൂടെയാണ് ആക്ച്വലി നിങ്ങളുടെ ഫ്യൂച്ചർ ഉള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ കാണുന്നത് ഒരു പുതിയ ബിഗിനിങ് ആണ്. ഓക്കെ, ഒരു മാരേജിൻ്റെ കാർഡ് ഉണ്ട്, പുതിയ ബിഗിനിങ് ഉണ്ട്, ഒരു ഷോക്കിംഗ് ഡെവലപ്മെൻറ്റ് ഉണ്ടാവാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ ഈ മാസം. ആൻഡ് അതിൻ്റെ തുടക്കം മേ ബി ഈ മാസമായിരിക്കാം, പക്ഷേ ഡെഫിനറ്റ്ലി എന്തോ ഒരു വലിയ മാറ്റം വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഈ ചേഞ്ച് വരണത് നിങ്ങൾക്കൊരു ലോങ് ടേം ഫ്യൂച്ചറിൽ ഞാൻ മാരേജൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നല്ല പോസിറ്റീവ് റീഡിംഗ് ആണ് ഇത്, എസ്പെഷ്യലി നിങ്ങൾ സിംഗിൾ ആണ് വെച്ചാൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് സ്കോർപ്പിയോ, നിങ്ങളുടെ ഫ്യൂച്ചർ പാർട്ട്ണറുടെ എനർജി ടോറസ് ആണ്. ഈ പേഴ്സൺ കുറേ വെൽ ടു ഡു ആണ്, പറഞ്ഞാൽ ഫിനാൻഷ്യലി നല്ല സ്റ്റേബിൾ പേഴ്സൺ ആണ് ഇവർ. കരിയർ ഫോക്കസ്ഡ് പേഴ്സണും ആവാം. പക്ഷേ ഈ പേഴ്സൻ്റെ കൂടെയാണ് നിങ്ങളുടെ ഫ്യൂച്ചർ ഉള്ളത്. അതല്ലാണ്ട് ഞാൻ പറഞ്ഞ മാതിരി വേറെ ഓപ്ഷൻസും ഉണ്ട്. സ്കോർപ്പിയോ എനർജി ഉണ്ട്, ആൻഡ് ഇവിടെ ഒരു ജെമിനായി അക്വേറിയസ് എനർജി കാണാണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്, ലീബ്ര, സ്കോർപ്പിയോ, ലിയോ. ഓക്കെ,
അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. നമ്മൾക്കിപ്പോൾ ഒറക്കിൾ കാർഡ്സ് എടുത്ത് നോക്കാം എന്താണ് നിങ്ങൾക്ക് മെസ്സേജ് വരണമെന്ന്. ഒറക്കിൾ മെസ്സേജ് റിക്കവറി. ഇത് എല്ലാം വീഡിയോസിലും ലീബ്രയ്ക്ക് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഇംഗ്ലീഷ് എൻ്റെ ചാനലുണ്ട്, അത് ചെക്ക് ചെയ്താൽ അവിടെയും ഈ കാർഡ് തന്നെ വന്നാണ്. ഹിന്ദി ചാനലിലും ഇതന്നെയാണ് വന്നാണ്. അപ്പോൾ യു ആർ റെഡി എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ യു ആർ റെഡി ലീബ്ര. നിങ്ങൾക്ക് ഒരു പുതിയ ബിഗിനിങ്, ഒരു പുതിയ തുടക്കം വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ നിങ്ങൾ റെഡിയാണ്, പേടിക്കാണ്ട് നിങ്ങൾ ഡിസിഷൻസ് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് മെസ്സേജ്. ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക് ചെയ്യുക, വീഡിയോനെ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക. ഐ ക്ലെയിം എന്ന് എഴുതുക. ഈ റീഡിങ് ക്ലെയിം ചെയ്യുക എന്ന് വെച്ചാൽ ഇതൊരു പോസിറ്റീവ് റീഡിംഗ് ആണ്. ആൻഡ് പേഴ്സണൽ റീഡിങ് വേണം വെച്ചാൽ ബുക്ക് ചെയ്യുക, എന്നെ വാട്സാപ്പ് മെസ്സേജ് അയയ്ക്കുക, ഇല്ല വെച്ചാൽ ഇൻസ്റ്റഗ്രാം, ഇമെയിൽ അവിടെ മെസ്സേജ് അയയ്ക്കുക. ഞാൻ റെസ്പോണ്ട് ചെയ്യും. കോൾസ് എനിക്ക് എടുക്കാൻ പറ്റില്ല, ചില സമയത്ത് റെക്കോർഡിങ് നടക്കുമ്പോൾ കോൾസ് ഞാൻ റിസീവ് ചെയ്യില്ല. അപ്പോൾ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ ഡെഫിനറ്റ്ലി അത് റെസ്പോണ്ട് ചെയ്യും. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.